ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. സകല തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് നയിക്കപ്പെടാൻ കൃപയും ശക്തി നൽകി കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദീവികാരുണ്ണീശോയ്ക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കൂ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ നന്നായിട്ട് പ്രാർത്ഥിച്ചോണേ. അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യത്തിലേക്ക് ഈ സമയത്ത് പോയേക്കരുത്. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒഴുകപ്പെടുന്ന സമയമാണ്. ഇസ്രായേൽ ജനതയുടെ യാത്രയാണ്. കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ അവർ എതിർത്ത് തോൽപ്പിച്ചൊരു പട്ടണമാണ് ജെറീക്കോ പട്ടണം. ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ നീയും പ്രാർത്ഥിക്കുന്നു. കാലാകാലങ്ങളായി നമ്മുടെ കുടുംബത്തെയും വ്യക്തി ജീവിതത്തെയും പീഡിപ്പിക്കുന്ന ചില തിന്മയുടെ നാരകീയ ശക്തികളുണ്ട്. ആ തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള വലിയൊരു കൃപയും കടമയും എനിക്കും നിനക്കുമുണ്ട്. എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ ആര് പ്രാർത്ഥിക്കും? എൻ്റെ കുടുംബത്തിന് വേണ്ടി ത്യാഗം ഞാൻ ഏറ്റെടുത്തില്ലെങ്കിൽ ആരെടുക്കും? ഓ ദൈവമേ, എൻ്റെ കുടുംബത്തിലേക്ക് അത്ഭുതകരമായ കൃപ ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം മനസ്സിലൊന്ന് കണ്ട് പ്രാർത്ഥിക്കാമോ? നിങ്ങളുടെ കൃഷിയിടങ്ങൾ നിങ്ങൾ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വീടിന് ചുറ്റും കർത്താവിൻ്റെ ഒരു സംരക്ഷണ കോട്ട ഈ സമയത്ത് പണിയപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കണം. സങ്കീർത്തനം 91 പറയുന്നത് പോലെ ദൈവമാണ് എൻ്റെ കോട്ട, ദൈവമാണ് എൻ്റെ സംരക്ഷണം. ജോബിൻ്റെ പുസ്തകം 1:10 ജോബിനും ജോബിൻ്റെ കുടുംബത്തിനും ചുറ്റും സംരക്ഷണ വേലി, അത് സ്വർഗീയ കോട്ടയാണ്. കർത്താവ് പണിതുയർത്തിയതുപോലെ നിനക്ക് ചുറ്റും നിന്റെ കുടുംബത്തിന് ചുറ്റും കർത്താവ് ഒരു സ്വർഗീയ കോട്ട പണിയട്ടെ. ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മറ്റുള്ളവരിൽ നിന്ന്, അയൽപക്കങ്ങളിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്, ദേശത്ത് നിന്ന് ഏതെങ്കിലും തിന്മയുടെ അരൂപിയുടെ പ്രവർത്തനം നിങ്ങൾക്കെതിരെ ഉണ്ടെങ്കിൽ ഈ ശുശ്രൂഷ സമയത്ത് ആ മേഖലകളെ ഇപ്പോൾ ഇതാ ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയാൽ ഞാൻ കോട്ട ചാടി കടക്കും. സങ്കീർത്തനം 18:29 നീ അത് വിശ്വസിക്കുകയാണ്. ആയുധത്തിലും സാഹസകൃത്യങ്ങളിലുമാണ് അവർ ആശ്രയിക്കുന്നത്. ഒരുപക്ഷെ നിന്റെ വീടിനെതിരെ, നിനക്കെതിരെ നാട്ടിലുള്ള ഏതെങ്കിലും വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ ആശയങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള പീഡയുണ്ട്. അവർക്കൊരു പക്ഷെ അധികാരം ഉണ്ടായിരിക്കും, അവർക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാവും, അവർ പാരമ്പര്യമായിട്ട് വലിയ ആളുകളായിരിക്കും, അവർക്ക് രാഷ്ട്രീയപരമായ നിലപാടുകളും പല പിടിപാടുകളും ഉണ്ടായിരിക്കും. നിനക്കാരും സഹായിക്കാനില്ല എന്നൊരു ചിന്തയുണ്ടാകും. എന്നാൽ നീ വിശ്വസിക്കണം, ലോകം മുഴുവനത്തിനെയും അങ്കുലി ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ ആശ്രയം. എൻ്റെ സഹോദര, വിശ്വസിക്കുക. ഈ ശുശ്രൂഷ സമയത്ത് ആ മേഖലകളെ സമർപ്പിക്കുന്നു. കർത്താവേ, അത്ഭുതകരമായൊരു ശക്തി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീടിന് ചുറ്റും പുതുക്കി പണിയണമേ. ഒരു സ്വർഗീയ കോട്ട കെട്ടണമേ. തിന്മയുടെ നാരകീയ കോട്ടകളെ തകർത്തെറിയാൻ എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടക്കും. സങ്കീർത്തനം 18:29 എൻ്റെ മേൽ സംഭവിക്കട്ടെ. ഈ സമയത്ത് വിശ്വസിക്കണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോളൂ. ഈ സമയത്ത് നമ്മുടെ പ്രാർത്ഥന, തിന്മയുടെ അരൂപികൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കെതിരെ, അയൽവാസികളാവട്ടെ, ദേശത്തുള്ള ഏതെങ്കിലും വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ ആശയങ്ങളോ ആരുമാവട്ടെ, ഒരുപക്ഷെ ആരെങ്കിലും നിങ്ങൾക്കെതിരെ മന്ത്രവാദം കൂടോത്രം ചെയ്തു, നിങ്ങൾ നശിച്ചു പോകാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും പ്രവൃത്തിയൊക്കെ ചെയ്തതിൻ്റെ ഏതെങ്കിലും ബാധ്യതകളും ഭാരങ്ങളും നിന്റെ ഉള്ളിൽ കിടപ്പുണ്ടാവും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുമ്പോൾ നീ വിശ്വസിക്കണം, നിന്റെ വീട്ടിലേക്കുള്ള വഴി, ആ വഴി യാത്രയിൽ ഒരുപക്ഷെ ചില വ്യക്തികൾ തടസ്സം ഉണ്ടാവും. ആ മേഖലകൾ ചില പീഡകൾ നിനക്കുണ്ടാവും. ഒരുപക്ഷെ വർഷങ്ങളായിട്ട് വഴക്കടിക്കുന്ന സ്വഭാവമുള്ളവരുണ്ടാവും. നിസാരപ്പെട്ട കാര്യത്തിന് വേണ്ടി എപ്പോഴും നമ്മളെ ചൊറിയുന്ന ഭാരപ്പെടുന്ന ചില വ്യക്തികളുണ്ടാവും. ഈ കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ വീടിന് ചുറ്റും ഒരു സ്വർഗീയ വേലി കെട്ടപ്പെടണമേ. ഒരു കാരണവശാലും ഒരു തിന്മയുടെ അരൂപിയും എൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കല്ലേ. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കൃഷിയിടത്തിന് ചുറ്റും ഏതെങ്കിലും വന്യമൃഗങ്ങളുടെ ശല്യമുണ്ടെങ്കിൽ ഈ സമയത്ത് പ്രാർത്ഥിക്കട്ടെ. ഏതെങ്കിലും കീടങ്ങളുടെ ശല്യമുണ്ടെങ്കിൽ, ഏതെങ്കിലും ഇഴജന്തുക്കളുടെ ശല്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ കൃഷിയിടത്തിലെ നിങ്ങളുടെ വരുമാന മാർഗത്തെ ഏതെങ്കിലും തരത്തിൽ പീഡകളുണ്ടെങ്കിൽ ഈ സമയത്ത് ആ മേഖലകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കട്ടെ.
കർത്താവേ, ജോബിന്റെ പുസ്തകം 1:10 സംരക്ഷണം എൻ്റെ വീട്ടിലേക്ക് ഈ നിമിഷം വെളിപ്പെടട്ടെ. എൻ്റെ വീട്ടിൽ കടന്നു വരുന്ന എല്ലാ തിന്മയുടെ നാരക ശക്തികളെയും ലൂക്കാസ് വിശേഷം 10:19 ശക്തിയാൽ ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങൾ ഉപദ്രവിക്കില്ല. ഈ വചനത്തിന്റെ ശക്തിയാൽ ദൈവമേ, ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ ജനത്തോടൊപ്പം ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ ഈശോയേ. കർത്താവിന് ശക്തി 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 വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി എന്റെ കുടുംബത്തിലേക്ക് വെളിപ്പെടട്ടെ. എല്ലാ തിന്മയുടെ നാരക ശക്തികളെയും ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, ഇപ്പോൾ എന്റെ വീടിന് ചുറ്റും ഒരു സ്വർഗീയ കോട്ട കെട്ടി പണിയണമേ. അയൽവക്കത്തുള്ള വ്യക്തികളുടെയോ സ്ഥലത്തെ ദേശത്തിന്റെ ഒരു തിന്മയും എന്റെ വീടിന് ചുറ്റും പണിയണ്ടേ. കർത്താവേ, സ്വർഗീയ കോട്ട കെട്ടി സംരക്ഷിക്കണമേ. ആമേൻ. പാടി പാടി കൈകൾ ഉയർത്തേ. പാടി പാടി യേശുവിന്റെ തിരുരക്തം. ആമേൻ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. ബന്ധനമഴിയട്ടെ. കൈകൾ ഉയർത്തേ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കുടുംബത്തിന് ചുറ്റുമുള്ള തിന്മയുടെ നാരക ശക്തികളെ, വ്യക്തികളെ, ആശയങ്ങളെ, കുടുംബങ്ങളെ, പീഡകളെ യേശുവിന്റെ അത്ഭുതകരമായ തിരക്തത്താൽ തിരുക്കുരിശിനാൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ അത്ഭുത ശക്തി ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. ഓ കർത്താവേ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. Praise the Lord. Hallelujah. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. നിന്റെ വീടിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൈശാചിക പീഡ, നിങ്ങളുടെ കുടുംബത്തിലെ കുടുംബ അംഗങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന തിന്മയുടെ രൂപി ഉണ്ടോ? ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ കുടുംബ അംഗങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന കലഹത്തിന്റെ ദുരാത്മാവ്, വെറുപ്പിന്റെ ദുരാത്മാവ്, നിസ്സാരപ്പെട്ട കാര്യങ്ങൾക്ക് മേലും എപ്പോഴും കുറ്റം പറയുന്ന, പരാതിപ്പെടുന്ന, കുടുംബത്തിലൊരു സ്വൈര്യം നൽകാത്ത തിന്മയുടെ ദുരാത്മാവിനെ കർത്താവേ ബന്ധിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ വിശ്വസിക്കണം, പ്രാർത്ഥിക്കണം. ഏതെങ്കിലും കാരണങ്ങൾ കുടുംബങ്ങൾ കിടപ്പുണ്ടെങ്കിൽ, ചില കുടുംബങ്ങൾ കാലാകാലങ്ങളായി സ്വത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു പൈശാചിക പീഡ, എപ്പോഴും നമ്മൾ ഓർക്കണം, മണ്ണിനോട് ബന്ധപ്പെട്ടൊരു പൈശാചിക പീഡയുണ്ട്. കർത്താവെ, ആ പീഡയെ സമർപ്പിക്കുന്നു, ആ തിന്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വീട്ടിൽ അപ്രകാരമുള്ള ചില തിന്മകളുണ്ട്. ഒരു പക്ഷേ പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത തിന്മയുടെ പീഡ കിടപ്പുണ്ട്. എപ്പോഴും കലഹിക്കുന്ന ദുരാത്മാവാണ് കലഹം. പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എത്ര കഷ്ടപ്പെട്ടൊരു നന്മ ചെയ്തിട്ടും, എത്ര വെച്ച് വിളമ്പി കൊടുത്തിട്ടും അതൊരു തിന്മയാണെന്നും പറഞ്ഞുകൊണ്ട് കലഹിക്കുന്ന സ്വഭാവം. എത്ര സ്നേഹിച്ചിട്ടും സ്നേഹമാണെന്ന് തോന്നണ്ടേ. മനസ്സിൽ ചില മുറിവുകൾ കിടക്കുന്ന വ്യക്തികൾ, പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഭാര്യ ഭർത്താക്കന്മാർ മാത്രമല്ല, മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ വലിയ ഭാരമുള്ളവരുണ്ട്. കർത്താവെ, ആ മേഖലകളെ സമർപ്പിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു കാരണവശാലും ഒരു തിന്മയും ഞങ്ങളുടെ കുടുംബത്തെ ഭരിക്കരുത്. ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീടിനുള്ളിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്നപ്പോൾ, ഈ വീട്ടിൽ ഇന്ന സ്ഥലത്തൊരു പ്രശ്നമുണ്ട്, ഈ വീട്ടിൽ ഇന്ന സ്ഥലത്തൊരു കാര്യമുണ്ട്, ഇവിടെ ഇതിനു മുമ്പ് മന്ത്രവാദം കൂടോത്രം നടന്നതാണ്, ഇവിടെ ഇതിനു മുമ്പ് ആരെങ്കിലും ദുർമരണപ്പെട്ടതാണ്, ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു തിന്മ കിടപ്പുണ്ട്, ചില പാവ അവസ്ഥകൾ കിടപ്പുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞ് കേട്ടറിവുണ്ടോ? ഈ സമയത്ത് ആ മേഖലകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, എൻ്റെ വീടിരിക്കുന്ന സ്ഥലം, സാഹചര്യം എനിക്കറിഞ്ഞുകൂടാ. ഒരുപക്ഷെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് സാഹചര്യങ്ങളിൽ എന്തൊക്കെയായിരുന്നു നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് നിന്റെ വീടിരിക്കുന്ന സ്ഥലം, സാഹചര്യങ്ങളിലുള്ള എല്ലാ തിന്മയുടെയും ദുഷ്ടശക്തികളെ ബന്ധിച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ കാലങ്ങളായിട്ട് ആ മണ്ണിനെ പീഡിപ്പിക്കുന്ന തിന്മയുടെ കെട്ടുകളഴിയും, കാലങ്ങളായിട്ടുള്ള തിന്മയുടെ കെട്ടുകളഴിയും, പാരമ്പര്യ പീഡകളഴിയും. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോളൂ. പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ സഹോദരങ്ങൾ വിദേശത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ആ വിദേശത്തുള്ള സഹോദരങ്ങളോ പ്രിയപ്പെട്ടവർ നിങ്ങൾക്കെതിരെ മല്ലിടുന്നു, നിങ്ങൾക്കെതിരെ ദുഃഖിക്കുന്നു, പരാതി പറയുന്നു, കുറ്റം പറയുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഈ സമയത്ത് പ്രാർത്ഥിച്ചോണം. കർത്താവേ,
കർത്താവേ, ഈ പോട്ടാശ്രമത്തിലെ അനുഗ്രഹത്തിന്റെ മണ്ണിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ വീട്ടിലേക്ക് അഭിഷേകം ഒഴുകണം, എന്റെ മണ്ണിലേക്ക് അഭിഷേകം ഒഴുകണം, എന്റെ മക്കളിലേക്ക് അഭിഷേകം ഒഴുകണം. ഓ കർത്താവേ, ഓ കർത്താവേ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് യേശുവേ വിളിച്ച് 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 പ്രാർത്ഥിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തി ഈ സമയത്ത് ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. ആരാധന 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 ആരാധന. ആമേൻ. അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. യെസ് യെസ്. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. കൈകൾ അടിച്ച് മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. കൈകൾ ഉയർത്തി. മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. ഈശോയേ, ഈശോ, ജയിച്ചവനേ, എന്റെ ഈശോ, തിന്മയുടെ കെട്ടടിയട്ടെ, ജയിച്ചവനേ, മദ്യപാനത്തിന്റെ കെട്ടടിയട്ടെ, വ്യഭിചാരത്തിന്റെ കെട്ടടിയട്ടെ, അവിശ്വസ്തതയുടെ കെട്ടടിയട്ടെ, തിന്മയുടെ ദുർഭൂതങ്ങൾ കെട്ടടിയത്തോ യേശു നാമത്തിന്റെ ശക്തി. ജയിച്ചവനേ, എന്റെ ഈശോ, ഈശോയേ, ഈശോ, ഈശോ, ഈശോയേ, ഈശോ, ഈശോയേ, ഈശോ. ഈശോ, ഈശോ. രണ്ട് കരങ്ങള് സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരൊറ്റ വിളി, എന്റെ ഈശോ. ആരാധന 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 ആരാധന. ഓ ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയം തന്നെ ദൈവമക്കളെ വിശുദ്ധീകരിക്കട്ടെ. എല്ലാ തിന്മയുടെ കെട്ടുകളും അടിക്കട്ടെ, എല്ലാ പൈശാചിക പീഡകളും അടിക്കട്ടെ. കുടുംബങ്ങളിലുള്ള കലഹത്തിന് ദുരാത്മാവ് വിട്ടുപോകട്ടെ. കോടതി കേസുകളുടെ മേൽ കർത്താവിന്റെ ആധിപത്യം ഉണ്ടാവട്ടെ. സ്ഥല കച്ചവടത്തിന്റെ മേലുള്ള ഭാരങ്ങൾ വിട്ടുമാറട്ടെ. കുടുംബങ്ങളിലുള്ള പരസ്പരമുള്ള കലഹത്തിന് ദുരാത്മാവ് വിട്ടുപോകട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയം തന്നെ വിവാഹ തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റട്ടെ. കുഞ്ഞില്ലാത്തതിന്റെ ദുഃഖം കർത്താവ് എടുത്തു മാറ്റട്ടെ. കുടുംബങ്ങളിലേക്ക് അഭിഷേകം കർത്താവ് വെളിപ്പെടട്ടെ. ഈ സമയത്ത് തന്നെ മൺമറഞ്ഞു പോയ വ്യക്തികളുടെ ഏതെങ്കിലും ഒരു പൈശാചിക പീഡകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ കർത്താവ് അത് എടുത്തു മാറ്റുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ദൈവജനത്തിന് മേലെ വെളിപ്പെടുന്നു. ആരാധന 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണടച്ചോളൂ. ഒന്ന് നീ പ്രാർത്ഥിച്ചേ. ഇപ്പോൾ നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ടിരിക്കുക. നിന്റെ ശരീരം ഇനിമേൽ ഒരു കാരണവശാലും ഒരു തിന്മയുടെ പീഡകൾക്ക് നിന്റെ ശരീരം വിട്ടുകൊടുക്കരുത്. നീ വിശ്വസിക്കണം. പല പല തീരുമാനങ്ങൾ എടുത്തിട്ട് തീരുമാനങ്ങൾ നഷ്ടപ്പെട്ടു പോയവരും പൊട്ടിച്ചു പോയവരും ഇവിടെ നിൽപ്പുണ്ട്. മദ്യപിക്കുകയെന്ന് പറഞ്ഞിട്ട് വീണ്ടും മദ്യപിച്ചവരുണ്ട്. കലഹിക്കുകയെന്ന് പറഞ്ഞിട്ട് വീണ്ടും കലഹിച്ചവരുണ്ട്. ഈ സമയത്ത് അത് സമർപ്പിക്കുക. കർത്താവ്, എൻ്റെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തിന്മ എവിടെന്നെങ്കിലും പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ആ തിന്മയുടെ കെട്ടഴിയണം. ശിരസ് മുതൽ ഉള്ളംകാല വരെ നിന്റെ ശരീരത്തിൽ ഏതെങ്കിലും തിന്മയുടെ കെട്ട്, വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ, ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവങ്ങളുടെ ഒരു കെട്ടായിരിക്കും. കർത്താവ്, ഈ ശുശ്രൂഷ സമയത്ത് കെട്ടഴിയണം. സങ്കീർത്തനം 18:29, അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും, എന്റെ ദൈവത്തിന്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടക്കും. യെസ്, ഈ സമയത്തൊന്ന് വിശ്വസിക്കൂ. എൻ്റെ ശരീരത്തിലുള്ള തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ. സോഷ്യൽ മീഡിയയുടെ അടിമത്തം, എപ്പോഴും 24 മണിക്കൂറും മൊബൈൽ ഫോണും നോക്കി അശ്ലീല ചിത്രങ്ങളും ചിന്തകളും കണ്ടുകൊണ്ടിരിക്കുന്ന സ്വഭാവം, സോഷ്യൽ മീഡിയ, ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ട് പല പല കാര്യങ്ങളിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നോക്കിയിരിക്കുന്ന സ്വഭാവം. കർത്താവേ, എൻ്റെ സ്വഭാവത്തിൻ്റെ മേൽ അങ്ങയുടെ ആധിപത്യം പുലർത്തണമേ. കർത്താവേ, എന്നെ പീഡിപ്പിക്കുന്ന തിന്മയുടെ നാരക ശക്തികൾ കെട്ടുവിട്ടു പോവട്ടെ. ഒരുപക്ഷെ ചിലർക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, ദൈവത്തെ വിളിക്കാൻ തോന്നുന്നില്ല. എപ്പോഴും അസ്വസ്ഥതയും മുറുമുറുപ്പും പരാതിയും മാത്രം. ഞാൻ നശിച്ചു എന്നുള്ള തെറ്റായ ചിന്ത നിന്നെ ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ മേഖലകൾ സമർപ്പിക്കട്ടെ. കർത്താവേ, ആ മേഖലകളുടെ മേൽ അങ്ങയുടെ ആധിപത്യം പുലർത്തണമേ. രണ്ട് കരങ്ങളും കൂടെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊള്ളൂ. ഈ സമയത്ത് യേശു നിന്നെ ആശീർവദിക്കുമ്പോൾ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, യേശുവേ, 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 ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ ശരീരത്തില് അത്ഭുത ശക്തി വെളിപ്പെടട്ടെ.
കരങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരൊറ്റ വിളി എന്റെ ഈശോയെ. എല്ലാവരും സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഈശോയെ 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 ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന യേശുവേ 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 ആരാധന ആരാധന ആരാധന. യേശുവേ 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 യേശുവേ. ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ഈശോ 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 ഈശോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഈശോയെ നന്ദി ഈശോയെ നന്ദി ഈശോയെ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.